അപ്പോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ക്യാരക്ടർ സ്വിച്ചിങ് ചാലഞ്ച് ആണ് ഗൈസ്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാലഞ്ച്. എനിക്ക് വെറുതെ ഇരിക്കാലോ, എനിക്ക് ഫോണും വെച്ചോണ്ട് വെറുതെ ഇരിക്കാലോ. അതായത് സോണി ഞാനായിട്ടും ഞാൻ സോണി ആയിട്ടുമാണ് കുറച്ചു നേരത്തേക്ക് നമ്മള് ഒരു ക്യാരക്ടർ സ്വിച്ചിങ് ചാലഞ്ച് പ്ലാൻ ചെയ്യണത്. ഓക്കെ, എന്താവോ ഏതാവോ ഒന്നും നമുക്ക് ശരിക്കുമുള്ള സ്വഭാവം ഇന്ന് നിങ്ങൾ കാണുന്നു. ചില ആൾക്കാരുടെ സ്വഭാവം എന്നിലൂടെ കാണുന്നതായിരിക്കും. ഞങ്ങൾക്ക് കുറച്ച് ആദ്യം ഷോർട്സ് ഒക്കെ എടുക്കാണ്ട്, അടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം വേണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ പ്ലാൻ തെറ്റിപ്പോകും. അല്ലെങ്കിൽ ഷോർട്സ് എടുക്കാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ആദ്യം ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഞങ്ങളെന്നാ ഇതൊക്കെ പൊരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ ഗായ്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ സ്വിച്ചിങ്, അതായത് ഞാൻ ഇവളാവും, ഇവള് ഞാനാവും. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വേഷത്തിലേക്ക് മാറിയാലോ? കണ്ടോ ഗായ്സ്, എന്റെ കോലം കണ്ടില്ലേ? ഇവളുടെ കോലം നോക്കി നോക്കി, താടിയൊക്കെ വെച്ചിട്ട്. താടിയൊക്കെ എനിക്ക് ഇത്ര താടിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര താടി. ഇതെന്താ പക്ഷെ മുടിയൊക്കെ എന്താ പറയാ? ഓ, ഞാൻ ഇപ്പൊ മുടി വെട്ടാറില്ലല്ലോ, അതുകൊണ്ടാണോ? ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ അമ്മയുടെ മാക്സി എടുത്തിട്ടു. കാരണം ഇവളുടെ മാക്സി എനിക്ക് പാകാവൂല, അപ്പൊ അമ്മയുടെ മാക്സി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്ന് ആ ക്യാരക്ടറിലേക്ക് പോവാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്ക്, എന്താ അഭിപ്രായം എന്ന് പറയും കമന്റില്. എന്താ ഞാൻ ഒന്ന് കടന്ന് ഉറങ്ങട്ടെ. എന്താ നിങ്ങൾ ഇങ്ങനെ? 11 മണിയായി കിടന്നു ഉറങ്ങുന്നു. എന്താ രാവിലേട്ടാ, ഞാൻ എത്ര നേരമായി കടന്ന് ഉറങ്ങ? ഞാൻ എപ്പോ ഉറങ്ങിയതാന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ചെക്കനെ നോക്കണം, രാത്രി 24 നിങ്ങൾക്ക് ഇങ്ങനെ സുഖമായിട്ട് കടന്നുറങ്ങിയാൽ മതി. ഞാനിവിടെ ഇങ്ങനെ കുട്ടി രാത്രി ഒക്കെ എണീക്കും, ഞാൻ അതിനൊക്കെ നോക്കിട്ടല്ലേ ഇവിടെ കിടക്കണം. നിങ്ങൾ എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? അങ്ങനെയുള്ള എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഒന്നും പറഞ്ഞു നിക്കണ്ട. ഞാൻ എത്ര ഉറങ്ങിയിട്ട് ഇരിക്കുന്നതാണ്? നിങ്ങൾ 24 മണിക്കൂർ നിങ്ങൾ ഫോണ് നോക്കിയിരിക്കലല്ലോ നിങ്ങളുടെ പരിപാടി. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്ത് എഡിറ്റ് ചെയ്യണേ? എന്റെ ഉറക്കൊക്കെ പോയി. ഞാൻ എന്താ ചെയ്യണ്ടേ? ചായ ഇട്, സമയം 10-11 മണിയായി. ചായക്ക് വയ്യ. നിങ്ങൾ എന്തെങ്ങനെ? എന്തൊരു കഷ്ടം. നോക്കി നോക്കി, എനിക്ക് വയ്യ ഇവിടുന്ന്. എനിക്ക് പോണം ഇവിടുന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, ഈ കൊച്ചിനെ പിടിക്കുന്ന എനിക്ക് പഠിക്കണ്ടേ? നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകണം, എന്താ ചെയ്യാ? നിങ്ങൾക്ക് അറിഞ്ഞൂടെക്ക് ആരോഗ്യമില്ല, നിങ്ങൾക്ക് ഈ ശരീരം വെച്ചിട്ട് ഞാൻ പഠിക്കണം. അങ്ങനെ തന്നെ പഠിക്കാച്ചല്ലേ? എനിക്ക് പറ്റൂല. കാര്യം ഇപ്പൊ പിടിക്ക, 5 മിനിറ്റ് അല്ല, ഒന്ന് പിടിക്ക്, ഞാൻ വന്നിട്ട് എടുക്കാ. നിങ്ങൾ പിടിക്കട്ടോ കുട്ടീനെ. എനിക്ക് എടുത്ത് ചെയ്യാനൊക്കെ പിടിച്ച കൊച്ചിനെ കുറെ നേരമായി. ഇപ്പൊ നോക്കിയാല് എഡിറ്റിങ് നിങ്ങൾക്ക് ഒരു പണിക്കും പോകണ്ട, മനുഷ്യനെ അങ്ങനെ തൊയിരം കെടുത്താനായിട്ട്. എന്റെ ഒരു കഷ്ടമാണ്. നോക്കി നോക്ക്, ഇവിടെ ഒരു പണി ചെയ്യണ്ട, ഇവിടെ വെറുതെ ഇരുന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മനുഷ്യന് എത്ര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ മനസ്സിലായില്ല ഈ ചങ്ങായിക്ക്. ചായ നീങ്ങിരിക്ക അങ്ങോട്ട്, ഞാൻ ഒന്ന് ഇരിക്കട്ടെ. നിങ്ങൾ ഈ ചായ കുടിക്കണില്ലേ? ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാണ്ട് ഫോണ് നോക്കി കളിച്ചിരിക്കുക ഞങ്ങള്. എനിക്ക് പറ്റൂല. എന്തൊരു കഷ്ടം. നോക്കി നോക്ക്, പറ്റൂല. എന്തോന്നാ ഇത് കഷ്ടാട്ടോ. എന്നാ ചായ കുടിക്ക്. ഋത്തുവിന് ഇതൊക്കെ മേടിക്കാനുണ്ട്, അവന്റെ സ്നെഗിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണു. നിങ്ങൾ എന്ത് പൈസ ഇല്ല എന്ന് പറയണ? കുട്ടിയുടെ കാര്യം നോക്കണ്ടേ? നിങ്ങൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണ റവന്യൂ കിട്ടിയിട്ടൊക്കെ മേടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോണ്ട നമുക്ക്. അത് മാത്രല്ലേക്കും വീട്ടിൽ പോണമെന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പൊ 2-3 മാസമായി ഇപ്പൊ ഇവിടെ. കാര്യം എന്ത് പറഞ്ഞെന്റെ അമ്മേനെ കാണണ്ടേ?
പിന്നെ എന്റെ അമ്മേനെ കാണണം. അവിടെ നിന്നിട്ട് അത്യാവശ്യം റീച്ച് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ നീ ഈ സമയത്ത് പോയാ എങ്ങനെ ശരിയാവാ? എന്തോന്നാ അങ്ങനെ പറയണ? എനിക്ക് പോണ്ടേ? എനിക്ക് ഇവിടെ തന്നെ നിന്നാ മതിയോ? എല്ലാരും ഓരോരുത്തര് നിങ്ങളുടെ അനിയത്തിമാരാണെങ്കിലും ഇവരൊക്കെയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എനിക്കൊന്ന് പോണ്ടേ? നീ ആലോചിക്ക, അത്രയും ദൂരം ഉണ്ടടി. പിന്നെ കുറ്റം ഞങ്ങളെ അവിടെ വന്നിട്ട് എന്നെ കെട്ടിയതല്ലേ? ഒരാരെയും പറഞ്ഞ ആലപ്പുഴയിൽ വന്നിട്ട് കെട്ടാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് അതിൽ എന്ന് ഞാൻ കേറി അന്ന് തുടങ്ങിയത് അങ്ങനൊക്കെ. അതിനൊന്നുമില്ല. ഓ എന്നൊരു കാര്യം ചെയ്യും, ചായ കുടിച്ചു കഴിഞ്ഞില്ല? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവനെ പിടിച്ച കസേരൊന്നും വേണം ഇരിക്കൂലേ? പിടിച്ചൂടെ? എന്താപ്പത്? ആ ഞങ്ങള് പിടിക്ക്. ഞാൻ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാനത് ചെയ്തിട്ട് വരാം. എനിക്ക് വിശക്കുന്നുണ്ട്. എന്താ വേണ്ട? എന്താ വേണ്ട? എന്താ ഉള്ളു വെച്ച് കഴിഞ്ഞാ ദോശ മതിയോ? ദോശയും പിന്നെ ചട്നി ഉണ്ടാക്കാം. ചട്നിയും ചമ്മന്തിയും വേണം. ചമ്മന്തി ഒക്കെ എന്തിനെങ്കിൽ ചട്നി കൂട്ടി കഴിച്ചാ പോരെ? ചമ്മന്തി വേണം. എനിക്ക് ചമ്മന്തി വേണമെന്നല്ലേ പറഞ്ഞേ? ഈ ചമ്മന്തി എല്ലാം കഴിക്കാൻ പറ്റൂല. പോന്നത് ചമ്മന്തി ചമ്മന്തി പന്തളക്കാൻ. കുട്ടീനെ പിടിച്ചു. കുട്ടീനെ പിടിക്ക, എനിക്ക് പുറത്തേക്ക് പോണം. ഞാൻ തന്നെ അടിച്ചു ഞാൻ വന്നിട്ട് എടുക്കാം. മനുഷ്യന് ജോലിയും ചെയ്യാൻ സമ്മതിക്കും. നിങ്ങൾ എങ്ങടെ പുറത്തേക്കാ? നിങ്ങള് പുറത്തേക്കാണോ? അല്ലല്ല, എന്തേലും വാങ്ങിച്ചു വരും. നിങ്ങള് എന്ത് വാങ്ങിക്കാനാ? കഴിക്കാൻ എന്തേലും വല്ല കുറിക്കാൻ എന്തേലും ഒക്കെ മേടിച്ചു പോവാ. വല്ല മുറുക്കോ പപ്സോ അങ്ങനെ എന്തേലൊക്കെ മേടിച്ചു പോവാ. നിങ്ങൾ എന്താ ഇതിനോട് സ്നേഹമില്ലാത്ത നിങ്ങൾക്ക് ഇപ്പൊ? പൈസ ഇല്ല. പൈസ ഒക്കെ ഉണ്ടാവും, വെള്ളമൊക്കെ മേടിച്ചു പോരും. അതെ മനുഷ്യ, എന്താ ബാത്റൂമില്? എന്താ ഇറങ്ങ? എന്താ എപ്പ നോക്കിയാലും ഫോൺ എടുത്തിട്ട് ബാത്റൂമിൽ പോണ നിങ്ങൾക്ക്? പിന്നെ ഇങ്ങോട്ട് വാ, ഇറങ്ങ്. എന്തോന്നാ ഇറങ്ങ്? വന്ന് കുട്ടീനെ പിടിക്ക്. കുട്ടീനെ പിടിക്ക് നിങ്ങള്. എനിക്ക് എന്തൊക്കെ ജോലി ഉണ്ടറിയോ? ഒന്ന് എടുക്കണ്ടേ? എന്ത് ഇരുത്താ? നിങ്ങള് വാങ്ങട മനുഷ്യ. എന്താ വീഡിയോ? ഇപ്പോഴോ? ഞാൻ ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നിട്ടുള്ള എന്താ ഞാൻ ഒന്ന് ഇരിക്കട്ടെ, വിശ്രമിക്കട്ടെ. നമ്മൾ ഈ കാര്യം നോക്കണ്ടേ? എന്താ കാര്യമായിട്ടുള്ള കാര്യം? പിന്നെ നോക്കായിരുന്നു എങ്ങനെയാണ് പോയി ഒരുങ്ങും. ഈ കോളത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. കണ്ണൊക്കെ എഴുതിയിട്ടൊക്കെ വാ. കണ്ണൊക്കെ എഴുതണ എന്തിനാ? ക്ഷീണുണ്ടെങ്കിൽ നടുവേദനക്കുണ്ട് ഇപ്പൊ. ഇവിടെ ഈ വയറിന്റെ വേണം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദന ഉണ്ട് ഇപ്പൊ. കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എപ്പൊ കാണാൻ? അതല്ലേ നിങ്ങള് 3-4 മാസമായിട്ട് പറയണേ? എനിക്കൊന്നും പറ്റൂല, എനിക്ക് വീട്ടിൽ പോണം. ഞാൻ നാളെ തന്നെ പോവുക. എന്തോന്നാ നിങ്ങൾക്ക് ഒരു സ്നേഹം ഇല്ലാണ്ട്? നിങ്ങള് എന്നോട് ആർക്കും സ്നേഹമില്ല. ആരുമില്ല ഇവിടെ. ഞാൻ ഒറ്റയ്ക്കാ. ഇങ്ങനെ എനിക്ക് ഇവിടെ പറ്റൂല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈശ്വര എനിക്ക് ഇവിടെ വന്ന് ഞാൻ പെട്ടത്? എന്തിനാ നോറനെ വെച്ച് കമ്പയർ ചെയ്യണേ? ജാസ്മിനെ കണ്ടുപിടിക്കുക. അവൾ എന്ത് ബോൾഡാ. നീ നോറനെ പോലെ ഇരുന്ന് എന്തിനാ കരയണത്? ഞാൻ നോറനെ പോലെ ഒന്നല്ല, ഞാൻ തന്നെ ഇതായിട്ടൊക്കെ നിക്ക്. അല്ല എപ്പോഴും ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവോ? ഇപ്പൊ എങ്ങനെ റീച്ച് ഉണ്ടോ വീഡിയോക്ക്? വീഡിയോക്ക് റീച്ച് ഉണ്ടോ? നീ നിന്റെ അക്കൗണ്ട് നോക്കാദ്യം. ഞാൻ എന്റെ അക്കൗണ്ട് ഞാൻ നോക്കണൊക്കെ ഉണ്ട്. നോക്ക്. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്താ? ഇല്ല. എന്നാ പോയിരുന്ന് എഡിറ്റ് ചെയ്യ. ഞാൻ എഡിറ്റ് ചെയ്യൂല. ഞാൻ എഡിറ്റ് ചെയ്തോളേക്ക് എന്റെ വീഡിയോ അല്ല. ഞാൻ എനിക്കറിയാം എപ്പോഴൊക്കെ ഏതൊക്കെ ടൈമിൽ എഡിറ്റ് ചെയ്യണ്ടെന്നൊക്കെ. വീഡിയോ എടുക്കണോന്ന് പറഞ്ഞു. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് എപ്പ എഡിറ്റ് ചെയ്യാനാ നീ? ഞാൻ ഇന്നലത്തെ കുറച്ച് സീനൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, വ്ളോഗൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഫോൺ എവിടെ? എനിക്കറിയോ, നിന്റെ ഫോൺ നിന്റെ അല്ലേ ഇരിക്കുന്നത്. അതെങ്ങനെ എപ്പോഴും സൈലന്റ് ആക്കി വെച്ചേക്കും?
പിന്നെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താണോ അമ്മയും ഇവര് അച്ഛനൊക്കെ കൂടി എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നു. എന്ത് പ്രശ്നാ? എനിക്കറിയില്ല, അവര് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നു. നിനക്ക് നീ എന്തിനാടി അത് ശ്രദ്ധിക്കുന്നേ? നിനക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? എത്ര വട്ടം പറയണം നിന്നോട്? ഓ ഇപ്പൊ ഞാൻ അത് പറഞ്ഞതായി കുറ്റം അല്ല, പിന്നെ വേറെ കുറ്റമൊന്നും ഇല്ലല്ലോ. അവിടെ ഓരോരുത്തർക്കും ഓരോ ഇതിൽ കാണിക്കാം, നമുക്ക് കാണിക്കാൻ പ്രശ്നം. എന്റെ പൊന്ന് സോനി, ഞാൻ ഒരു 100 വട്ടം ഞാനൊന്നും പറഞ്ഞില്ല. എന്നാ അവിടെ ഇരിക്കും. അല്ല പിന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കണ്ടവരുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലെന്ന്. നീ എന്തിനാടെ എന്നോടുള്ള ദേഷ്യം അതിനോട് തീർക്കുന്നത്? സോനി സോനി എന്താ എന്താ പറയാ? ഞാൻ പറഞ്ഞാ കേക്കാം. പറ. ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല എന്ന് പറയട്ടെ. എനിക്ക് ഇഷ്ടമല്ല, നിനക്കറിയാലോ. പറ. ഇങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പിന്നെ പറ. ഒന്നുമില്ല, എന്തൊക്കെയാ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിങ്ങോട്ട് സ്നേഹത്തോടെ ഞാൻ വന്ന് പറയാം. നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നു? ഒന്നുമില്ല, ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ. ഞാൻ മെയിൻ ചെയ്യാറൊന്നും. നീ നായടി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്തേലും നിന്നോട് വഴക്കുണ്ടാക്കാനൊക്കെ വരുവാണെങ്കിൽ ഈ ചെവി കൂടി കേട്ടിട്ട് ഈ ചെവി കൂടി വിടാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ചേട്ടനൊരു ചായ ചായ പ്രാന്തോ? ഈ ചായയുടെ പേര് ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്യടൂ. എന്താ എന്റെ പ്രശ്നങ്ങളും ചോദിച്ചേ? എന്റെ പൊന്നു വായോ, അച്ഛന്റെ മുറ്റ് വായോ, അവൻ അച്ഛനെ പോലെ ഇരിക്കുന്നു. അവൻ അച്ഛന്റെ വാവയോ. എല്ലാരും അമ്മയുടെ മുത്ത് വരുന്നില്ല, അമ്മയുടെ മുത്ത് വരുന്നില്ല, അമ്മയുടെ മുത്ത് വരുന്നില്ല. അച്ഛന് അറിയാം, ഞങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. വെറുതെ പറയാ ഒരു മണ്ണ് ഏട്ടനൊരു മണ്ണ് പല്ല് വെച്ചില്ലെന്ന് 3 ദിവസമായി പല്ല് വെച്ചിട്ടും കുളിച്ചിട്ടും. അധികം ചിരിക്കണ്ട, നിങ്ങള് 2 ദിവസമായി കുളിച്ചിട്ട്. നമ്മള് മേഡ് ഫോർ ഈച്ച് അതർ, അതുകൊണ്ട് എങ്ങനെയൊക്കെ. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്റ്റിച്ചിങ്. എങ്ങനെ ഉണ്ടായിരുന്നു? നീ പറ എങ്ങനെ? ഞാൻ കൊറേ പുള്ളിയുടെ സ്വഭാവങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവരുടെ കുറച്ച് സ്വഭാവം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ. ചക്ക പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി, അതോടുകൂടി ഞങ്ങൾ അതെ. പിന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്തേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്യാരക്ടർ സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാണ്ട്. നമുക്ക് ഒരു എടുത്തോ പിടിച്ചോ ഒന്ന് ചെയ്തോണ്ട് ഒരു എന്താ പറയാ, ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള. അടുത്തേല് ഒന്നും കൂടെ നമ്മൾ ഫിഗർ ആക്കും. നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ ഞെക്കുക. ഓക്കെ, അപ്പൊ എന്നാ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. മേക്ക് ഓവർ കണ്ടോ ഗൈസ്? മേക്ക് ഓവർ ഞാനാവാനുള്ള മേക്ക് ഓവർ ആണത്. അത് ഞാനാ? അടിപ്പാവി, ഇതാണ് എന്റെ കോലം. നിനക്കെന്നെ മനസ്സിലാവുന്നുണ്ടോടാ? അവനെന്നെ മനസ്സിലാവണില്ല, അവൻ കടന്ന് കരയ്യ. ഏതാ ഈ തള്ളാണൊക്കെ പറഞ്ഞിട്ട്. ഞാനാടാ, നിന്റെ അച്ഛനാണ്. എന്താണ് ചേച്ചിയെ, താടിയാണോ? ഒരാള് താടി ഒരിക്കലും നോക്കി നോക്ക്. ഓറാക്കി ചളാക്കണ്ട പുല്ലേ. ഒരുത്ത നോക്കണ കേക്ക്. അതാ നോക്ക്, അവിടെ നോക്ക്, അങ്ങോട്ട് നോക്ക്.
അതാ പറിച്ചെടുത്ത് മൈക്ക് പറിച്ചെടുത്ത് വരുത്തേ എന്നിട്ട് അതിന് ചിരി നോക്കിയൊക്കെ മൈക്ക് പറിച്ചെടുത്തിട്ട് കള്ളൻ കാട്ടുകള്ളൻ. എന്താ നിങ്ങളിങ്ങനെ വയ്യ ഇവിടുന്ന്, എനിക്ക് പോണം ഇവിടുന്ന്. സോറി എടി പുല്ല, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും ഞാൻ ചൂടാവാറില്ല. എനിക്കങ്ങനെ തോന്നുന്നു. പിന്നെ അതെന്റെ ടോൺ എങ്ങനെയാണ്? പിന്നെ അത് എന്നാ ശരി, എന്നാ വാ അടുത്തെടുക്ക്. ക്ഷീണുണ്ടെങ്കിൽ നടുവേദനിക്കുണ്ട് ഇപ്പൊ. നോക്കി വാ. ഇല്ല ഞാൻ എടുത്തില്ല. ഫോൺ നിന്റെ ഇരിക്കുന്നത് അതെങ്ങനെ എപ്പോഴും സൈലന്റ് ആക്കി വെച്ചേക്കും. എന്നോട് സ്നേഹം ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. പറയേ താടി